ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സി ഓടാൻ പോകണമെന്ന്. വേറെ പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ ഈ BM-നെ പറ്റി ആലോചിച്ചത്. കാരണം നമ്മൾ പണ്ട് ടാക്സി ആയിട്ട് ഓടിയിരുന്നൊരു BM-ആണിത്. യെല്ലോ നമ്പർ പ്ലേറ്റുള്ള ഒറ്റയല്ല ടാക്സി ആയിട്ടൊരു വണ്ടിയേ നമ്മളിലുള്ളൂ. ബാക്കിയൊക്കെ ട്രാവലറും പിന്നെ ട്രക്കും ബസ്സും ഒക്കെയാണ്. ബസ്സില്ല, ബസ് നമ്മൾ കൊടുത്തു. പണ്ടൊരു ബസ് ഉണ്ടായിരുന്നു, ഇനി പുതിയ ബസ് എടുക്കണം. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടാക്സി വണ്ടിയാണിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഓർഡർ ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈവേയിലേക്കുള്ള ഓർഡറാണ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്സ് തന്നെ, അതായത് ഒരു 1000-ൻ്റെ അണ്ടറിലുള്ള ഓർഡറുകളൊക്കെ എടുക്കാനാണ്. അതായത് മറ്റേ സ്ഥലത്തേക്ക് പോയി പിന്നെ വേറെ സിറ്റിയിലേക്കൊക്കെ പോയി പിന്നെ തിരിച്ച് ട്രോപ്പിക്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു 100 ഓട്ടത്തിൻ്റെ സമയം കഴിയും. അപ്പം ഇപ്പോഴാണ് ഇന്നലെ ഓട്ടമുള്ള സമയമാണ് ഈ ടാക്സിക്കൊക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രോപ്പിക്സ് തന്നെ ചെറിയ 300, 700, 900 അങ്ങനത്തെ ഒക്കെ ഓട്ടം എടുത്ത് നിൽക്കാമെന്നാണ് ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ ഒരു ഓട്ടം കിട്ടി ടെമ്പിളിൽ നിന്നാണ് ആളെ പിക്ക് ചെയ്യുന്നത്. രാവിലെ ടെമ്പിളൊക്കെ പോയി തൊഴുത് വരുന്ന ആളാണെന്ന് തോന്നുന്നു. കിട്ടണാഴ്ചയൊക്കെ വന്നിട്ടുള്ളത്. മുണ്ടെടുത്തിട്ട് വേണ്ട അമ്പലത്തിൽ പോകാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇനി നേരെ ഈ ചെങ്ങായിനെ കൊണ്ടാക്കണം. ഇതൊക്കെ ചെറിയ ഓർഡറാണ്, ഒരു 300 മീറ്റർ ഇത്ര ഉള്ളൂ. ശരിക്കും അമ്മമാരൊക്കെ നടന്നു പോയാൽ മതി. കാശിൻ്റെ പൈസ ഉള്ളതിൻ്റെ ഇതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇടിച്ച് അവർക്ക് പൈസ ഉണ്ടായാലും പൈസ ഇല്ലെങ്കിലും നമുക്ക് പൈസ കിട്ടും ഏതായാലും ഈ ട്രിപ്പ് ഓടിയാലും. അതുകൊണ്ട് അത് കണ്ടോ, ഒരു കയറ്റം കയറാനുള്ളതിനാണ് ആ ചെങ്ങായി ടാക്സി വിളിച്ചു വന്നത്. എന്താ ചെയ്യുക അതിനൊക്കെ. ഇറങ്ങിക്കോ, സ്ഥലമെത്തി, ഇറങ്ങിക്കോ. ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ ബ്ലൂ ബോയിനെ നമ്മൾ സെയിലാക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ വേറൊരു സിവിക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ, പുതിയ മോഡൽ സിവിക്ക്. നമ്മൾ ബ്ലൂ ബോയ് പുതിയ മോഡലാണ്, പഴയ മോഡലാണ് കുറച്ചുകൂടി ഭംഗി. നമ്മൾ പഴയ മോഡൽ സിവിക്ക് എടുക്കാൻ പോവാണ്. അപ്പം ബ്ലൂ ബോയിന് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ 65,000-നാണ് ബ്ലൂ ബോയിനെ വിൽക്കാൻ നോക്കുന്നത്. ലിറ്റില്ലാത്ത റേറ്റാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാനൊരു 10% ഡിസ്കൗണ്ട് അല്ല, 10% എന്നിട്ടാണ് ഒരു 7% ക്യാമറ കട്ടായതാണ് കേട്ടോ നേരത്തെ. ഒരു 7% ഡിസ്കൗണ്ടൊക്കെ നമ്മൾ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം 7% നമ്മൾ ഏതായാലും ഒരു 55,000 രൂപയ്ക്കെങ്കിലും നമ്മൾ കൊടുക്കും. സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇത്രയും 55,000, 10,000 രൂപ നമ്മൾ താഴെ 55,000 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ അത്ര അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുള്ള വണ്ടിയാണ്. കാരണം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈഡർമാൻ ആക്കാൻ ചിലവായത് ബ്ലൂ ബോയിനെക്കാട്ടിയും ചിലവ് കൂടുതലാണ് സ്പൈഡർമാൻ ആക്കാൻ ആ വണ്ടി എടുത്തത്. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി എല്ലാ ചിലവായ പൈസയും ഞാൻ അതിലേക്ക് കൂട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആവും. പക്ഷെ എന്നാലും നമ്മൾ ഒരു മാന്യമായ പൈസയ്ക്കാണ് അത് വിൽക്കുന്നത്. 65,000 വലിയ ഒരു കുഴപ്പമില്ലാത്ത പൈസയാണ്. അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത റൂമിൽ അടുത്ത ഗെയിം പ്ലേയിൽ നിങ്ങൾ ഫ്രണ്ടായിട്ട് നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് തരാം വണ്ടി. അപ്പോൾ അത് അടുത്ത് വേറൊരാളെ ഈ കാറുകാരൻ കൊണ്ട് അപ്പോൾ ഇത് വേറൊരാളെ കയറ്റി നമ്മൾ ഇറക്കാൻ പോവുകയാണ്. ഇപ്പം ഇതേതാ സ്ഥലം, ബീച്ച് എത്തിയിട്ടുണ്ട് കേസ്. മറ്റേ കപ്പലൊക്കെ കയറുന്ന സ്ഥലമല്ലേ, ഹാർബർ എന്തോ പറയില്ലേ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പാർക്കിങ്ങിലാണ് ഈ ചെങ്ങനെ ഇറക്കുന്നത്. എൻ്റെ അതേപോലത്തെ പാൻറ് ഇരുന്നത്, ഞാൻ പണ്ട് ഇങ്ങനത്തെ പാൻറ് ഇരുന്നിട്ടിരുന്നത്, ആ ചെങ്ങ ഇട്ട പോലത്തെ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ നേരെ നമുക്ക് അടുത്ത ഓർഡർ കിട്ടുമോയെന്ന് നോക്കണം. ഓർഡർ കിട്ടാൻ പണിയൊന്നുമില്ല. ഈ ട്രോപ്പിക്സിൽ നല്ല ഓർഡർ ഉണ്ടാവില്ല. റൂട്ട് 66-ക്കൊക്കെയാണ് ഓർഡർ അടിക്കുന്നത്. പക്ഷേ നമുക്ക് ട്രോപ്പിക്സിലുള്ള ഓർഡർ പക്ഷേ കുറവാണ് ഇവിടെ. ഒരു ഓർഡർ കിട്ടി 751 രൂപ ട്രോപ്പിക്സിലത്തെ ഓർഡർ. എല്ലക്കെതിരാണല്ലോ. ഒരു റൂട്ടിക്ക് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആവും ആളെ പിക്ക് ചെയ്യാനുള്ളത്. പക്ഷെ അതുകൊണ്ട് ടൈം കുറച്ച് നമുക്ക് വേസ്റ്റ് ആവും. കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നായിരുന്നു നേരത്തെ, അവിടെയാണ് ആ ആളെ ഇറക്കിയത്. എന്നിട്ട് ഇവിടുന്ന് തന്നെ ആളെ പിക്ക് ചെയ്യാനും വന്നു. ഇതേ മറ്റേ സൂക്ഷ്മദർ സിനിമയിൽ മാനുവലിൻ്റെ കസിനിട്ട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടൊരു ചങ്ങായി കയറിയുണ്ട്. എന്താണോ ഇനി കൊല്ലാനാണോ? അപ്പോൾ അത് നമ്മൾ അവന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി കൊടുക്കും.
കുറച്ച് ലോങ് ആണ്, ഒരു 1 കിലോമീറ്റർ ഉണ്ട്. ലോങ് മീൻസ് 1 കിലോമീറ്റർ ഒന്നും ലോങ് അല്ല. എന്നാൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഓർഡറിനനുസരിച്ച് ഇപ്പോൾ 1 കിലോമീറ്റർ ഒരു ഉള്ളതിൽ ഏറ്റവും വലുത്. കാരണം ട്രോപ്പിക്സിൽ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നടക്കാനുള്ള ദൂരം ഉള്ളൂ. എന്നാലും ആളുകൾ ഇവിടെ ഫുള്ള് റിച്ച് ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ടാക്സി കളിച്ചിട്ടാണ് പോവുക. നേരത്തെ തന്നെ കണ്ടില്ല, 200 മീറ്ററിന് ഈ ട്രോപ്പിക്സിൽ നിന്ന് 2000 രൂപ എടുത്ത് വണ്ടിക്ക് പോകാനായിട്ട് നിങ്ങൾ മടിക്കൂല. അപ്പോൾ നമുക്ക് ഏതാ കാറൊന്ന് വാഷ് ചെയ്യാം. അപ്പം ഇവിടുത്തെ ആളാണെന്നോ വെറുതെ ചെക്കനെ സംശയിച്ച്. അപ്പോൾ നമുക്ക് കാർ വാഷിങ്ങിന് പക്ഷേ ചെക്ക് പൈസ ഒന്നും കുറച്ച് തന്നല്ലോ. ശരിക്കും അവനോട് ചോദിച്ചാൽ മതി, കുറച്ച് ദിനമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ഓർഡർ കിട്ടുക. ഈ ഓർഡർ എടുക്കണോ? എടുക്കണ്ട കേസ്. നമുക്ക് ഇനി വേറെ ഓർഡർ ഈ ഇതൊന്ന് കഴിഞ്ഞോണ്ട് നമുക്ക് ഏതായാലും കുറച്ചുകൊണ്ട് പോവാം, എന്നിട്ട് വല്ലതും എടുക്കാം. സിറ്റി മേനിക്കൊക്കെ ഓർഡർ കിട്ടുന്നു. സിറ്റിയിലേക്കൊക്കെ പോയാൽ പിന്നെ തിരിച്ചു വരില്ല, ഞാൻ അവിടെ നിൽക്കും. അതാണ് ഞാൻ സിറ്റിയിലേക്കൊക്കെ പോവാത്തത്. ഡ്രോപ്സിൽ വേറൊരു ഓർഡർ വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. കാരണം നമുക്ക് ഓർഡർ എടുത്ത് മടുത്തു. ഇനി കുറച്ചൊന്ന് ഓട്ടിക്കളയോ. ഇത് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഇത് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഓർഡർ നിരന്തരം അടിക്കുന്നുണ്ട്. അപ്പം ഏതായാലും ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ മടുപ്പ് കാര്യങ്ങളുണ്ട്, കാരണം അങ്ങോട്ടൂടെ മാത്രമുള്ളൂ ഈ വീഡിയോയിൽ. അതുകൊണ്ട് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ വീഡിയോയിലൊന്നുമില്ല. അപ്പം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാം. കാരണം നമ്മളെ ചാനലിലത്തെ 4ാമത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും ബൈ.